പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇവരാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരിൽ പ്രധാനികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. കേസിൽ CBI അന്വേഷണം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും എന്നാണ് സൂചന. കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. സുർജിത്ത്, എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? വേണു, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അതായത് സിദ്ധാർത്ഥനെ ഏറ്റവും അധികം മർദ്ദിച്ചവരാണ് ഈ പ്രതികൾ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ്, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ്, ഈ പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ടതായി പോലീസ് അന്വേഷിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഈ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും പോലീസ് കണ്ടെത്തിയ ആയുധങ്ങളൊന്ന് ബെൽറ്റ് കൊണ്ട് അടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗ്ലൂഗണിന്റെ ആ വയർ ഉപയോഗിച്ച് ശരീരത്തിൽ കുരുക്കിയിരുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ 2 ആയുധങ്ങളാണ്. ഇത് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളെ വെച്ചുകൊണ്ട് നാളെ തെളിവെടുപ്പ് നടത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതേസമയം ഈ കേസിൽ CBIയുടെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. പരമാവധി തെളിവുകൾ കൈമാറി CBIക്ക് ഈ കേസ് വിടാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ പോലീസിന്റെ ജാഗ്രതയാണ് ഈ കേസ് പുറം ലോകത്ത് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് 20-ാം തീയതി സിദ്ധാർത്ഥന്റെ മരണം നടന്ന സംസ്കാരത്തിന്റെ ശേഷമാണ് ഈ പോലീസ് ഈ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കായി യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സെൽ ചേരുകയും കൃത്യമായ രീതിയിൽ തന്നെ റാഗിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വരികയും ചെയ്തത്. ഇതനുസരിച്ച് 12 പ്രതികളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 18 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ 10 ദിവസത്തിനകം പോലീസിന് സാധിച്ചു. 2 പ്രതികളെ കൂടി പിന്നീട് കസ്റ്റഡിയിലെടുത്തു. 20 വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥനെ ആക്രമിച്ച കേസിൽ പ്രതികളായിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.